വസ്തുവിനെ കടത്തിയപ്പോൾ ജീവൻ ഉണ്ടായതാണോ? ചർച്ചയില്ലേ കോഴിയാണോ കോഴിമുട്ടയാണോ? നമ്മൾ വിചാരിക്കും ഇത് വല്ലാത്ത കുസൃതി ചോദ്യമാണ്, കുഫറിലേക്ക് നയിക്കുന്ന ചോദ്യമല്ലേ അത്? ആര് കണ്ടു കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യമുണ്ട്? അല്ലാഹുവിന്റെ ഖൽഖ് മാ അശ്ഹഖ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. സൃഷ്ടിപ്പ് അല്ലാഹു കാണിച്ചിട്ടില്ലല്ലോ. വിത്താണോ ചെടിയാണോ എന്ന് ചോദിക്കുന്നു. രണ്ടും ഇന്റർഡിപെൻഡന്റ്. അതാണെന്ന് പറഞ്ഞാൽ മറ്റൊരു ചവിട്ടിയ പോലെ ഒരു ഭാഗം താഴ്ന്നാ മറ്റേ ഭാഗം പൊന്തും. നമുക്കറിയില്ലല്ലോ. അല്ലാഹു പറഞ്ഞു നീ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആളുകളിലൂടെ വരും, അത് നീ വിശ്വസിക്കല്ലേ. അല്ലാഹു ഇത് ഇല്ലായ്മയിൽ നിന്ന് പടച്ചതാണ്. മുട്ടയില്ലാതെ പടക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. അറിയുന്ന മനുഷ്യന് പ്രശ്നമില്ല. ഒരു വിഷയം ഇതല്ല മുഅ്മിനെ. അല്ലാഹു ആദം നബിയെ പടക്കാൻ ഉദ്ദേശിച്ച ഉപയോഗിച്ച 4 വാക്കുകൾ: മണ്ണ്, മണ്ണും വെള്ളം കൂടിച്ചേർന്ന ത്വീൻ, പിന്നെ കളിമണ്ണ് പാകമായത്, കളിമണ്ണ് ഉറച്ചത്, പിന്നെ റൂഹ്. എന്താ മരിക്കുമ്പോ സംഭവിക്കുക? നമ്മൾ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ ആദ്യം ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഓക്കെ, ബിൽഡിംഗ് പൊളിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പൊളിക്കുക? റൂഫാണ് പൊളിക്കുക. ഫസ്റ്റ് ഫ്ലോർ പൊളിച്ചു, എന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോർ, എന്നിട്ട് ഫൗണ്ടേഷൻ. നമ്മൾ യാത്ര പോയി അവിടെ തിരിച്ചു നടന്ന് ആ എത്തിയെടുത്തുന്ന ബാക്കോട്ടല്ലേ പോരാ. റൂഹാണ് ശരീരത്തിന് ആദ്യം പോകുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ഒരുപിടി സംശയങ്ങൾ തീരും. റൂഹ് ആദ്യമായി പോകുന്നു. അതായിരുന്നു അവസാനം അല്ലാഹു വെച്ചത്. റൂഹ് പോയ ശരീരം ഉറച്ച മണ്ണ് പോലെ ശരീരം ഉറക്കും. അതിനല്ലേ കൈകാലുകൾ നിർത്തണം എന്ന് പറഞ്ഞത്? റിവേഴ്സ് പോകാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം അഴുകുന്നു. മണ്ണും കളിമണ്ണും വെള്ളം കൂടി ചേർന്ന പോലെ അഴുകി. പിന്നെ അതിലെ ജലാംശം പോയി കഴിഞ്ഞാൽ അത് തുറാബിലേക്ക്, മണ്ണിലേക്ക് മാറുകയാണ്. മണ്ണായിട്ട് മാറി ഉറച്ചു അഴുകി. ഇതേ രീതിയിൽ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെ മണ്ണിലേക്ക്, തുറാബിലേക്ക് അങ്ങോട്ട് ചേരുകയാണ് മനുഷ്യൻ. മിൻഹാ ഖലഖനാകും. ഇതാണ് സൃഷ്ടിപ്പെന്ന് അല്ലാഹു പറയുമ്പോ എങ്ങനെ നീ കാണാത്തതിന് നീ വിധി എഴുതുക? ഇതാണ് ഖുർആനിന്റെ ചോദ്യം. മിൻഹാ ഖലഖനാകും, ഇവിടെന്നാണ് നിങ്ങളെ പടച്ചത്, മണ്ണിൽ നിന്ന്. വഫീഹാ നുഈദുകും, മണ്ണിലേക്ക് നിങ്ങളെ പടക്കുന്നു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, ഒന്നുകൂടെ അല്ലാഹു നിങ്ങളെ മണ്ണിൽ നിന്ന് ജനിപ്പിക്കും. അതുകൊണ്ട് ലം യലിദ് വലം യൂലദ്, അല്ലാഹു പ്രസവിച്ചവനല്ല പ്രസവിക്കപ്പെട്ടവനുമല്ല. അല്ലാഹു പ്രസവിച്ചു എന്ന് പറഞ്ഞത് മക്കക്കാർ അല്ലേ? മലക്കുകൾ അല്ലാഹുവിന്റെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. ജൂതൻ ക്രിസ്ത്യാനികൾ അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞു. ലം, അല്ലാഹു പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കൂല എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടില്ല? അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഈ പറഞ്ഞു പോയവരല്ലാതെ ഇനി ഇസ്ലാമിന്റെ ശേഷം ലോകത്ത് വരികയില്ല, വന്നിട്ടുമില്ലല്ലോ. ക്രിസ്ത്യാനി ജൂതന്മാരും ഇസ്ലാമിന്റെ മുമ്പ് വിശ്വസിച്ചവരാ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. there is nothing comparable with him. അല്ലാഹുവിനോട് തുലനം ചെയ്യാൻ ഒന്നുമേ ലോകത്തില്ല. ഒന്നിനോടും നീ എങ്ങനെയൊക്കെയാണ് അല്ലാഹു എന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെയൊന്നുമല്ല അല്ലാഹു. അങ്ങനത്തെ സർവേശ്വരൻ നിന്നെ വീക്ഷിച്ച് കണ്ട് ഒരു ദൗത്യത്തിന് പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് എന്റെ വചനങ്ങൾ നീ സ്വീകരിക്ക്. പരിശുദ്ധ ഖുർആൻ അത് ജീവിച്ചു കാണിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നീ എന്റെ ദാറുസ്സലാമിലേക്ക് വിജയിച്ച് എന്റെ മുമ്പിലേക്ക് വാ എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഈ വചനം അള്ളാഹു സത്യസന്മാർഗത്തിലേക്കും ഖുർആനിന്റെ അനശ്വരതയും ഖുർആനിന്റെ ഇഅ്ജാസും മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് നസീം ബാക്കവി അവറുകൾ ഒന്ന് ഖുർആൻ ഓതി നമ്മളിതാ ദുആ ചെയ്ത് പിരിയാൻ. ഒരൊറ്റ വാക്ക്, തു അറബുഹോ യാ അജംഹോ, നീ അറബിയാണെങ്കിലും അനർബിയാണെങ്കിലും തരാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അറബികളല്ല, അറബികളും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലുഗത്തെ ഗരീബ്, ആർക്കും തിരിയാത്ത ചില വാക്കായി പോകും. എപ്പോ? ജബ് തക് തരാ ദിൽ നദേ ഗവാഹി, നമ്മുടെ ഹൃദയം അതിന് സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ ആ വചനത്തിന് ഒരർത്ഥവുമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചർച്ച നമ്മൾ അവസാനിപ്പിച്ചതാണ്, ചവിട്ടി നിർത്തിയതാണ്. നമുക്കിനി ഇതിന്റെ മറുഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ എന്തുകൊണ്ട് നബിതങ്ങളെ നമ്മൾ പ്രവാചകനായി വിശ്വസിക്കുന്നു, ആ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ച ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം നീണ്ടതിൽ നിങ്ങളോട് എന്റെ ക്ഷമാപണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين ومثلا من الذين خلوا من قبلكم وموعظة للمتقين. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على يهدي الله لنوره من يشاء ويهدي
الله الأمثال للناس والله بكل شيء عليم صدق الله العظيم. ആ ഒരു ഖുർആൻ അല്ലാഹു നൂറു സമാവാതി, ആ ഒരു ആയത്തിന്റെ ഒരു ഭംഗി നമുക്ക് അർത്ഥമറിയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിന് ചലനം ഉണ്ടാക്കിയില്ലേ, അത് കരയാതെ കണ്ണ് നിറയാതെ കേൾക്കാതിരിക്കാൻ കഴിയും. അങ്ങനത്തെ മധുരം പരിശുദ്ധ ഖുർആൻ. അത് ഏറ്റവും നല്ല ശബ്ദത്തിൽ കേൾക്കുമ്പോൾ എന്താ മധുരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അത് പറഞ്ഞ പോലെ ഈ വിഷയം അപൂർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതിരുന്നാൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പൂർത്തിയാവുന്നത് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് റബീഉൽ അവ്വലിൽ നമുക്ക് നടത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആൻ പഠിക്കാനും ഹിഫ്ളാക്കാനും ഒക്കെ നമ്മളും പരിശ്രമിക്കുക, മക്കളെയും അതിനെ ഉത്സാഹപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. യാ അല്ലാഹു യാ നൂർ യാ നൂർ യാ നൂർ യാ നൂർ അസ്സമാവാതി വൽ അർദ്. അല്ലാഹുവേ, ഈ സൃഷ്ടിപ്പിന്റെയും ഈ ജീവിതത്തിന്റെയും കാരണക്കാരനായ അല്ലാഹുവേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹിദായത്തിന്റെ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തികളുടെ അമാൽ വീക്ഷിക്കുന്നവരാണ്. അവരെ ഇത് കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു, ഈ രാത്രിയുടെ ഈ നേരം, ദീർഘമായ നേരം, ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. വരാൻ കഴിയാതെ നെറ്റിലും വീക്ഷിക്കുന്നവർ, ഈ സദസ്സിൽ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രായമുള്ളവരും അല്ലാത്തൊരു ആണുങ്ങളും പെണ്ണുങ്ങളും. അല്ലാഹുവേ, മഹ്ശറായിൽ നിന്റെ ഹിസാബ് യസീറാകാൻ ഇത് നിമിത്തമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ ഞങ്ങൾക്ക് പ്രകാശമാക്കാൻ ഈ മജ്ലിസ് നിമിത്തമാക്കണേ അല്ലാഹ്. നാളെ നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ കടന്ന് ഇളിയിൽ നിന്റെ റുഹിയത്തിന്റെ ഹല്ല് കിട്ടാൻ ഭാഗ്യമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് അല്ലാഹ്. ചിന്തിക്കണമെന്ന് പറഞ്ഞ് പ്രായപൂർത്തി എത്തിയിടം മുതൽ നിന്നെ കുറിച്ച് ചിന്തിക്കാതെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ സമയങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു, നീ പറഞ്ഞ കൽപ്പനകളും നിന്റെ നിയമങ്ങളും അറിഞ്ഞിട്ടോ അറിയാതെയോ ഞങ്ങൾ ഭംഗം ചെയ്തത് ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാഹ്. നീ അഹദാണ്, സ്വമദാണ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് വിശ്വസിക്കുന്ന അഖീദയും ഈമാനുമുള്ള ആളുകളാണ് അല്ലാഹ് ഞങ്ങൾ. അല്ലാഹുവേ, നീ ഞങ്ങളെ തട്ടിമാറ്റല്ലേ പടച്ചവനേ. ഞങ്ങളുടെ അന്ത്യ റസൂലും ഈ ലോകത്തിന് ഖിയാമം വരെ നിലനിൽക്കാൻ നീ മുഅ്ജിസത്ത് നൽകി അനുഗ്രഹിച്ച ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചു കാണിച്ചു തന്ന എൻ്റെ ഉമ്മത്തികളെ, നിങ്ങളെ ഞാൻ നാളെ കാത്തിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു പോയ ഹബീബിനെ കാണാനും അവിടത്തോട് ചേരാനും ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തമുദ്ദു ബിഹി അജ്സാദനാ മിൻ ജസദിഹി വഅർവാഹനാ മിൻ റൂഹിഹി വഉലൂമനാ മിൻ ഇൽമിഹി وجهتنا من وجهته اللهم صل وسلم وبارك عليه صلاة وسلاما متلازمين إلى أبد الآبدين. അല്ലാഹുവേ, 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 നിന്റെ സൃഷ്ടികളിൽ ദുർബലന്മാരാണ് റബ്ബേ. നിന്റെ സൃഷ്ടികൾ അഖ്ൽ കൊണ്ട് നീ അനുഗ്രഹിച്ചവരാണ് റബ്ബേ. ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് നന്ദി ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലാഹ്. ഞങ്ങളോട് പൊറുക്കണം തമ്പുരാനെ. കാല് മുറിക്കപ്പെട്ടു പോയിട്ട് ആ കാലിലേക്ക് നോക്കിയിട്ട്, കാല് നിന്നെ മാത്രല്ലേ അള്ള എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം സുരക്ഷിതമല്ലോ എന്ന് പറഞ്ഞ ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി. ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവേ, നിന്റെ ഖളായിൽ അങ്ങനെ തൃപ്തിപ്പെടുന്ന ഖൽബ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരുന്ന സുഖങ്ങളും നീ തരുന്ന പരീക്ഷണങ്ങളും എല്ലാം നിന്റെ ഖളാആണ്, നിന്റെ തീരുമാനമാണ്. അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ, ഖളായിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അല്ലാഹു, ഞങ്ങൾക്ക് മനക്കരുത്ത് നൽകണേ അല്ലാഹ്. മുസ്ലിമിനും ഇസ്ലാമിനും ഇസ്സത്ത് നൽകണേ റബ്ബേ.
ഞങ്ങൾ ദീനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ പോലും നിന്റെ ഖുർആനിനെ നീ എമ്പാടും സൂക്ഷിച്ച് നീ പരസ്യപ്പെടുത്തുന്നുവെന്ന് നീ ഞങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ലോകമല്ലയോ അല്ലാഹ് ഇത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിന്റെ ഹിഫ്ദ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും തരണേ അല്ലാഹ്. അതിലൊരു ഓഹരി ഞങ്ങൾക്കും താ അല്ലാഹ്. അതിന്റെ ഭാഗവാക്കുകളായി ഞങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മ യഖറഊനഹു ആനാ അൽ-ലൈലി വ അത്റാഫൻ നഹാർ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അതിൽ ഹിദായത്തുണ്ട്, അതിൽ വെളിച്ചമുണ്ട്, അതിൽ നൂറുണ്ട്, അതിൽ ശമനമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് അറിയാനോ ആസ്വദിക്കാനോ കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. നിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധി താ റഹ്മാനെ. അത് ആസ്വദിക്കാനുള്ള ആസ്വാദനത്തിന്റെ ഈമാനിന്റെ വെളിച്ചം താ റബ്ബേ. ഹൃദയം പാപങ്ങളെ കൊണ്ട് കറുത്തിരിക്കുകയാണല്ലോ. ഈ സദസ്സിന് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഞങ്ങളുടെ ഹൃദയം വെളിച്ചമാക്കി താ റബ്ബേ. അല്ലാഹുവേ, ഒരാൾ എന്തെങ്കിലും അല്ലാഹുവിന്റെ വജൂദിനെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും, തൗഹീദിനെ ഇളക്കം തട്ടുന്ന ഒരു വാക്കോ പ്രസംഗമോ കേൾക്കുമ്പോഴേക്കും ഇളകുന്ന ഈമാനാ റബ്ബേ. ഞങ്ങൾക്ക് നീ ഇസ്തിഖാമത്തിൽ അടിയുറച്ച് നിൽക്കാൻ ഭാഗ്യം താ റബ്ബേ. അല്ലാഹുവേ, വലാ തജഅൽനാ ലിൽ മുദില്ലീന അദുദാ. നിന്റെ ദീനെന്ന് വഴിപഴപ്പിക്കാൻ സട്ടിപ്പിന്റെ കഥ പറഞ്ഞു വരുന്ന മുദില്ലീങ്ങൾ, പഴപ്പിക്കുന്നവർ വരുമെന്ന് നീ പറഞ്ഞ അത്തരം ദുഷിച്ച ചിന്തകളൊന്നും ഏൽക്കാതെ നിന്റെ വചനങ്ങളിൽ നിന്റെ ഹബീബിൽ വിശ്വസിക്കുന്നവരാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതിലെ നന്മ അത് നീ തന്ന തൗഫീഖാണ് റബ്ബേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയത് അത് എന്നിൽ നിന്നും അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമിൽ ബർക്കത്ത് താ റബ്ബേ. ഞങ്ങൾക്ക് ഇൽമിൽ ബർക്കത്ത് താ റബ്ബേ. ഇൽമു ഉപകാരപ്പെടുത്തണേ റബ്ബേ. കുറെ അറിഞ്ഞിട്ട് നേട്ടമുണ്ടെങ്കിൽ ആ നേട്ടം ഇബ്ലീസിന് വേണമായിരുന്നല്ലോ. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽനാ മുത്തഖീൻ, അല്ലാഹുമ്മ ജഅൽനാ മുത്തഖീൻ. നിന്നെ ഭയപ്പെടുന്നവരാക്ക റബ്ബേ. കണ്ണില്ലാതെ കാണുകയും കാതില്ലാതെ കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ വജൂദ് ഞങ്ങളോടൊപ്പം. അല്ലാഹു മഈ, അല്ലാഹു നാദുരി, അല്ലാഹു ഷാഹിദി എന്ന് സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തസത്തുരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അല്ലാഹ്, നീ ഞങ്ങളോടൊപ്പമുണ്ടെന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങളുണ്ട് പടച്ചവനെ, ഞങ്ങൾക്ക് ശിഫ താ റബ്ബേ. രോഗം എന്ന് കേൾക്കുമ്പോ ഡോക്ടറും ആശുപത്രിയും ഓർക്കുന്ന ഞങ്ങൾക്ക് നീയാണ് ഷാഫി എന്ന് ഓർമ്മ വരുത്തണേ പടച്ചവനെ. നിന്റെ ശിഫായിൽ പ്രതീക്ഷ തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിന് എന്നും ആഫിയത്ത് നിലനിർത്തി തരണേ പടച്ചവനെ. മരണം ഖൈറാകുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾ പോലും അറിയാതെ ഒരു മേജർ ഓപ്പറേഷൻ ഞങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കടന്ന് അങ്ങനെ അതിലെങ്ങാനും ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ അവസാനം കലിമ ചൊല്ലിയ കൂലി കിട്ടുന്ന ഭാഗ്യം കിട്ടാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നാട്ടിൽ തന്നെ പോയി മരിക്കണമെന്നില്ല റബ്ബേ. നീ എവിടെ വെച്ച് ഞങ്ങളെ മരിപ്പിച്ചാലും പ്രശ്നമല്ല, നീ ഈമാൻ തരണം റബ്ബേ. ഭൂമിയിലെ ഏത് ഖബറും നിനക്ക് സ്വർഗമാക്കാൻ കഴിയുമല്ലോ. ഞങ്ങൾക്കത് സ്വർഗമാക്കി തരണേ റബ്ബേ. ഭൂമിയുടെ വെളിച്ചത്തിലും കസേരയിലും ഇരിക്കുന്ന ഞങ്ങൾക്കല്ലോ ഒരു നേരം നിന്റെ ഖബറിലേക്ക് ഞങ്ങൾ വരേണ്ടവരാണ്. ഞങ്ങൾ മൂടി വെച്ച് പോരും. ആ ഖബർ മണ്ണല്ല, അതൊന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നീ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തത് സ്വർഗമാക്കി താ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ആശകൾ, ദുനിയവിയും ഉഖ്റവിയുമായ ആശകൾ നിന്റെ മുമ്പിൽ വെക്കാനുണ്ട് അല്ലാഹ്. ഇത് റൗദത്തുൻ മിൻ റിയാദിൽ ജന്നയായി സ്വീകരിക്കൂ റബ്ബേ. ഇൽമു പറയപ്പെടുന്ന സ്ഥലം അങ്ങനെയാണെന്നാണല്ലോ നീ പറഞ്ഞത്. അല്ലാഹു, ഞങ്ങളുടെ ഉദ്ദേശം നന്നാക്കി താ റബ്ബേ. ഞങ്ങളുടെ നിയ്യത്തുകളിൽ അപാകതകളെ പരിഹരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽക റബ്ബേ. ഞങ്ങളുടെ വരവിലും പോക്കിലും പറഞ്ഞതിലും കേട്ടതിലും ഇഖ്ലാസ് നൽകണേ റബ്ബേ. അല്ലാഹു, നീ സ്വീകരിക്കാൻ കനിവുണ്ടാകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ, ഭാര്യ, സന്തതികൾ, അയൽവാസികൾ, കുടുംബക്കാർ, മാതാപിതാക്കൾ, രോഗികളെല്ലാ രോഗികൾക്കും ശിഫ താ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. കടങ്ങൾ എല്ലാവരും വീട്ടി താ റബ്ബേ. ഞങ്ങൾ ഒന്നിച്ച് ദുആരക്കാണ് പടച്ചവനെ. ഞങ്ങളൊക്കെ കടം കൊണ്ട് വേജാറിലാണ്. കടങ്ങൾ വിടാൻ നിന്റെ ഹബീബ് മഹാനായ സ്വഹാബിക്ക് പഠിപ്പിച്ച ദുആ ഞങ്ങൾ ദുആരക്കുകയാണ് അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال.
അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത് പെട്ടെന്ന് നീ കടം വീട്ടി കൊടുത്തില്ലേ അല്ലാഹ്, ഞങ്ങൾക്കൊക്കെ സലാമത്ത് താ റബ്ബേ, കച്ചവടങ്ങളിലും ജോലിയിലും ബറക്കത്ത് താ റബ്ബേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ ജോലി താ റബ്ബേ. അല്ലാഹു കുടുംബത്തിലും മക്കളിലും പ്രശ്നങ്ങളോ മാനസിക ബുദ്ധിമുട്ടോ ഉള്ള എല്ലാവരുടെയും പ്രയാസം ഈ സെക്കൻഡിൽ നീക്കണേ അല്ലാഹ്. ബിഹഖ്ഖി കാഫ് ഹാ യാ ഐൻ സാദ്, അല്ലാഹുവേ നിന്റെ വചനം കൊണ്ട് ഞങ്ങൾക്ക് ശിഫ താ റബ്ബേ, ശരീരത്തിന് ശിഫ താ റബ്ബേ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. പടച്ചവനെ ഞങ്ങളുടെ ഖൽബ് ശുദ്ധിയാക്കി താ റബ്ബേ, ഞങ്ങളുടെ ഖൽബ് വൃത്തിയാക്കി താ റബ്ബേ. ഒരു മനുഷ്യനോടും ഈർഷ്യതയോ പകയോ ദേഷ്യമോ അസൂയോ ഇല്ലാത്ത നീ ഇഷ്ടപ്പെടുന്ന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയവുമായി എൻ്റെ അടുത്ത് വന്നവർ രക്ഷപ്പെടുന്നു പറഞ്ഞ ഖൽബാക്കി താ റബ്ബേ. ബിജാഹി വഹഖി നബിക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.